ഇതാണ് ഞാൻ പറഞ്ഞ കാവ്. ഇവിടെയാണ് ഈ പത്മജയുടെയും റോസ്ലിയുടെയും ഒക്കെ ഈ രക്തം കൊണ്ട് ഒഴിച്ച്, ഇവിടെയൊക്കെ പാമ്പുണ്ടോന്നില്ല അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്, ഒഴിച്ച് ഈ പൂജ നടത്തിയ ഒരു കാവാണ്. ശരിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ട ഒരു വിശ്വാസിക്ക് പോലും സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കാണുന്ന വിളക്ക്, ഈ കല്ലൊക്കെയാണ് അന്ന് ആ രക്തം കൊണ്ടൊഴിച്ചത്. ഒഴിച്ച് അങ്ങനെ ഇവരിവിടെ മുഴുവൻ ലീലാവിലാസങ്ങളും അരങ്ങേറിയ നടന്നൊരു കാവ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണത്തിനോട് ഇത്രയും ആർത്തി മൂത്ത് മനുഷ്യൻ ചെയ്യുന്ന ചില ഈ ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അതൊടുവിൽ ഇത്തരത്തിലുള്ള വേനകളിലേക്ക് ചെന്ന് എത്തിപ്പെടും എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ നരവല്ലിക്കോട്ടയിലേക്ക് ഒന്ന് എത്താം, ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരെ അറിയിക്കാം എന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് കാവിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് നമ്മുടെ ഭഗത് സിംഗിൻ്റെ വൈദ്യശാലയൊക്കെ കാണാം.